ഹലോ ഓൾ, വെൽക്കം ടു സൂത്തിങ്കർ. നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരല്ലേ? നമുക്കറിയാം കുറേ ട്രാവൽ വ്ളോഗേഴ്സും ഉണ്ട്. ഒരുപാട് വർഷം മുമ്പുള്ള, അതായത് 1800കളിലുള്ള ഒരു യാത്രികൻ അല്ലെങ്കിൽ ഒരു വോയേജറായിരുന്നു ചാൾസ് ഡാർവിൻ. അദ്ദേഹം യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കപ്പലാണ് HMS ബീഗിൾ. അങ്ങനെ HMS ബീഗിൾ കപ്പൽ ഉപയോഗിച്ച് അദ്ദേഹം പസഫിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇക്വഡോറിൻ്റെ അടുത്ത്, സൗത്ത് അമേരിക്കയിലെ ഇക്വഡോറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ ഒരു ഐലൻഡ് അദ്ദേഹം സന്ദർശിച്ചു. ആ ഐലൻഡിൻ്റെ പേരാണ് ഗാലപ്പഗോസ് ഐലൻഡ്. അവിടെ കണ്ട പക്ഷികൾക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടത് ഡാർവിൻ ഫിഞ്ചസ്. അവിടെ അദ്ദേഹം കണ്ട കാര്യങ്ങൾ വെച്ച് രൂപപ്പെടുത്തിയ ഒരു തിയറി, അത് പിന്നെ ലോകത്തിൻ്റെ സയൻറ്റിഫിക് കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിച്ച നാച്ചുറൽ സെലക്ഷൻ എന്ന തിയറിയായി മാറി. ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ അതിന് പുറകിലുണ്ടായിരുന്നു. നമുക്ക് എന്താണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പെട്ടെന്ന് പഠിക്കാം. ഗാലപ്പഗോസ് ഐലൻഡിൽ അദ്ദേഹം കണ്ട ഡാർവിൻ ഫിഞ്ചസ് മുൻപ് ഏതോ ഒരു കാലത്ത് മെയിൻ ലാൻഡായ ഇക്വഡോറിൽ നിന്നും ഈ ഗാലപ്പഗോസ് ഐലൻഡ് വന്നിരിക്കുന്ന ജീവികളായിരുന്നു. ആ ഐലൻഡിൻ്റെ പ്രത്യേകത, അവിടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോഗ്രഫി ഉള്ള ഒരു ഏരിയയാണ്. ഒരു വോൾക്കാനിക് ഐലൻഡാണത്. അവിടെ ചില സ്ഥലങ്ങളിൽ നെക്ടർ, പൂവിൽ നിന്നുള്ള നെക്ടർ ആയിരിക്കും ഫുഡായിട്ട് കിട്ടുന്നത്, കൂടുതൽ കിട്ടുന്നത്. ചില സ്ഥലങ്ങളിൽ സീഡാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. ചില സ്ഥലങ്ങളിൽ പഴങ്ങളായിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നത്. ആദ്യം വന്ന ഒരു മെയിൻ സ്പീഷീസ് ഓഫ് ബേർഡ്, ആ ബേർഡ് പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുമ്പോൾ ബേസ്ഡ് ഓൺ ദ ഫുഡ് അവൈലബിലിറ്റി അവരുടെ ബീക്കിൻ്റെ രീതികൾ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് നെക്ടർ കിട്ടുന്ന സ്ഥലങ്ങളിൽ, അതായത് തേൻ കിട്ടുന്ന സ്ഥലങ്ങളിലാണ്, പൂവിൽ നിന്നുള്ള തേൻ കിട്ടുന്ന സ്ഥലങ്ങളിലുള്ള പക്ഷികൾക്ക് നീണ്ട രീതിയിലുള്ള ബീക്ക്, സീഡിനെ ബ്രേക്ക് ചെയ്യേണ്ടതാണെങ്കിൽ വളഞ്ഞ രീതിയിലുള്ള തത്തയുടെ പോലത്തെ ബീക്ക്, അതുപോലെ തന്നെ പഴം കഴിക്കേണ്ടതാണെങ്കിൽ ആ രീതിയിലുള്ള ബീക്ക്, അങ്ങനെ ഓരോ രീതിയിലും ബീക്കിൻ്റെ ചേഞ്ചസ് ഒരുപാട് രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഫുഡിൻ്റെ അവൈലബിലിറ്റി അവരുടെ ബോഡിയെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റും. അവരുടെ സെല്ലിൻ്റെ രീതി, അവരുടെ ജെനറ്റിക്സ്, അവരുടെ ബ്രെയിൻ, എവറിത്തിങ് കംപ്ലീറ്റ്ലി അവർ മാറി പുതിയ സ്പീഷീസുകളായി മാറുകയാണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാർവിൻ ഫിഞ്ച് സ്പീഷീസിനെയാണ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ഇതിന് കാരണം സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അവിടെ തേൻ കുടിക്കാൻ ചെന്ന സ്ഥലത്ത്, തേൻ മാത്രമുള്ള സ്ഥലത്ത് നീണ്ട ചുണ്ടുള്ളവൻ മാത്രം സർവൈവ് ചെയ്തു. അവിടെ വളഞ്ഞ ചുണ്ടുള്ളവൻ സർവൈവ് ചെയ്തില്ല, കാരണം അവന് തേൻ കിട്ടുന്നില്ല. പക്ഷേ സീഡുള്ള സ്ഥലത്ത് നീണ്ട ചുണ്ടുള്ളവന് സീഡ് പൊട്ടിക്കാൻ പറ്റുന്നില്ല, അവിടെ വളഞ്ഞ ചുണ്ടുള്ളവൻ മാത്രം സർവൈവ് ചെയ്തു. അതായത് ഫുഡ് അവൈലബിലിറ്റി അനുസരിച്ച് ബെറ്റർ ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളവൻ സർവൈവ് ചെയ്തു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ആൻഡ് നേച്ചർ സെലക്റ്റഡ് ദ ബെസ്റ്റ് വൺ, ആൻഡ് ദാറ്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ. 1859 പബ്ലിഷ് ചെയ്ത ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള ബുക്കിലാണ് അദ്ദേഹം ഈ തിയറി ആദ്യമായിട്ട് പ്രസിദ്ധപ്പെടുത്തുന്നത്. ആ തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്ന വേറെ 2 തിയറികളുണ്ട്. ഒന്ന് മാൽത്തൂസ് എസ്സേ ഓഫ് പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ വളരെ സ്പോണ്ടാനിയസ്, വളരെ മൾട്ടിപ്പിൾ ആയിട്ട് കൂടുകയാണ്. 1, 2 ആവും, 2, 4 ആവും, 4, 8 ആവും, അങ്ങനെ പോകുന്നു. പക്ഷേ ഫുഡിൻ്റെ അവൈലബിലിറ്റി 1, 2, 3 എന്നുള്ള രീതിയിൽ പോകുന്നുള്ളൂ. അരിത്തമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഫുഡ് കുറയുന്നതനുസരിച്ച് സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളവരാണോ അവർ സർവൈവ് ചെയ്യും. അപ്പോൾ അതൊരു റീസണാണ് മാൽത്തൂസ് എസ്സേ ഓഫ് പോപ്പുലേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലയൽസ് പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോളജി, അതായത് ഈ ഭൂമിയിൽ കാണുന്ന മാറ്റങ്ങളൊക്കെ ഗ്രാജുവലായിട്ട് വളരെ സാവധാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എവല്യൂഷൻ സംഭവിക്കുന്നത്.